അപ്പം ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ ഈ റോട്ടിൽ കുറേ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ റോഡിന് മറ്റേ പൈപ്പിന് വേണ്ടിയിട്ട് റോഡ് ഫുള്ള് കുഴിച്ചിട്ട് കുറേ ടാർ ചെയ്തിട്ടില്ല, കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ കുറേ സീനുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും നടക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഏരിയയിലും ഉണ്ട്. അത് റോഡിന് ഇങ്ങനെ ക്രോസ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഉള്ളടത്ത് ഇപ്പോൾ ഇന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മളത് എത്രാമത്തെ ആക്സിഡൻറ്റാണ്? മൂന്നോ നാലാമത്തെ ആക്സിഡൻ്റാണ് ഇന്നത്തോടു കൂടി ഉണ്ടായത്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്തുള്ളവർ, അപ്പോൾ ഞങ്ങൾ പുറത്ത് പഠിപ്പും വർക്കും ഒക്കെ ആയിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇത് ഞങ്ങൾ നേരിട്ട് കണ്ടത് ഞങ്ങൾ മുന്നേ ഞങ്ങൾ ആംബുലൻസൊക്കെ വിളിച്ച് ഞങ്ങൾ കൊണ്ടുപോയതാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇന്നത്തോടെ ഇന്ന് രാത്രി തന്നെ നമ്മളിത് ടാർ ചെയ്യാൻ ഇത് മണ്ണിട്ടിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ടാർ ചെയ്യാൻ നമുക്ക് പെർമിഷൻ ഇല്ല, നമുക്കൊന്നും അറിയില്ല അതിനെ പറ്റിയിട്ട്. ഇത് അവർ ചെക്കിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. കുറേ സ്ഥലത്ത് ഇങ്ങനത്തെ ആക്സിഡൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂടിയിട്ട് നമ്മൾ കുറച്ച് ചേക്കന്മാരുണ്ട്. മണ്ണിട്ടിട്ടൊന്ന് സെറ്റാക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രാത്രി സമയം എത്ര 11:30 ഈ ഒരു ടൈമിലാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ഫുള്ള് ടാർ ചെയ്തിട്ട് സെറ്റ് ചെയ്യാന്ന് വെച്ചുള്ളത്. ഫുള്ള് സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താ നമുക്ക് തുടങ്ങാൻ നോക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇത് എന്തിനാന്ന് വെച്ചാൽ ഒരിക്കലും ഞങ്ങൾ അടിപൊളിയാന്നുള്ളത് കാണിക്കല്ല. ഞങ്ങളത് കണ്ടിട്ട് ആരെങ്കിലും ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ ഈ സംഭവം എന്തായാലും എല്ലായിടത്തും നടക്കുന്നുണ്ടാവും, പല സ്ഥലത്തും നടക്കുന്നുണ്ടാവും. കാരണം ഇതെല്ലായിടത്തും ഈ പൈപ്പ് എന്ന് പറഞ്ഞിട്ട് റോഡ് കുഴിച്ചിട്ടുള്ള പരിപാടി ഉണ്ട്. റോഡ് പൊളിച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ നല്ല റോഡായിരുന്നു, ഏറ്റവും അടിപൊളി റോഡായിരുന്നത് നമ്മളെ ഏരിയയിലത്തെ. അതിപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് സീനായി. അങ്ങനെയാണ് ഇപ്പോൾ ഇത് 3-4ാമത്തെ ആക്സിഡൻ്റാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളായിട്ട് പറ്റണത് നമ്മൾ ചെയ്യുക, ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മളിതിന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം ഇനി എന്തായാലും നമുക്ക് അതിൻ്റെ ഇതൊക്കെ കാണിച്ചു തരാം നമ്മൾ ചെയ്യണതൊക്കെ. ഓക്കെ പോരെ. കുറച്ച് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടോ. അവിടെ പോയിട്ട് അടുത്ത ചാമ്പല് അങ്ങോട്ട് കിടക്കാൻ പോണ്ടേ. ഇവിടെ മൈക്ക് എന്റെ കയ്യിലല്ലേ, നല്ല കഥ. അപ്പൊ റായിൽ വാ, വരൂ, 2 വാക്ക് സംസാരിക്കൂ. വാ റായില്ലേ. ഇൻട്രോവേർട്ട് റായിലിന് താല്പര്യമില്ല എന്നാണ് പറയണത്. ഇത് റോഡ് കാണിച്ചു കൊടുക്ക്, ഇത് റോഡിന്റെ പഴയ അവസ്ഥ കാണിച്ചു കൊടുക്ക. വാ, ഇതാണ് അവസ്ഥ. നോക്ക് ഇതിലൊക്കെ ആൾക്കാർ വീഴുക, ഓരോരുത്തർ വീഴുക. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ആംബുലൻസിൽ വിളിച്ചിട്ട് കൊണ്ടുപോവുക. എന്തിനൊക്കെ പറയാ ചോരണത് തുപ്പിയതാണത്. പറഞ്ഞു കാണിച്ച. അപ്പൊ നമ്മള് വേറെ ഏതോ റോട്ടീന്ന് മറ്റേ സ്റ്റോപ്പ് എഴുതിയ സാധനമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് അവിടെ തിരിച്ചു കൊണ്ടുപോയി വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും. KNRCL ഒക്കെയാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഉദ്ഘാടനം വണ്ടി താഴ്ന്നു കൊണ്ടില്ല, വണ്ടി താഴ്ന്നിട്ടില്ല. കുഴപ്പമില്ലല്ലോ ഇവിടെ. ഇതുപോലെ നമ്മൾ ഇട്ട് ഉഷാറാക്കും. നമ്മളെ പിള്ളേർ പണിയെടുക്കുന്നുണ്ട്. നീ ഷെഫീൽ വാ, പണിയെടുക്കുക. ഷെഫീൽ ടെൻഷനെ കാണിച്ചു കൊടുത്താൽ അത് ഞാൻ കാണിച്ചു കൊടുത്ത്. ഷെഫീൽ അപ്പോൾ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു ഓട്ടർഷ പോയി ഉദ്ഘാടനം കഴിച്ച് റാത്തായി. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി അങ്ങോട്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം അല്ലേ. ഇൻഷാ അല്ലാ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമ്മൾ ഇതിലത്തെ ഓരോ പണികൾ കാണിച്ചു തരാം, ഓരോരുത്തർ പണിയെടുക്കുന്നത് കാണിച്ചു തരാം. കാറുകളൊക്കെ നിർത്തിയിട്ട് നോക്കിയിട്ട് പോകുന്നുണ്ട്. കാറുകളൊക്കെ കാണിക്കും. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നിർത്തുന്നുണ്ട്. ഇല്ല, ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുള്ളൂ, നിർത്തിയില്ല. എന്താ കാര്യമായി പണിയെടുക്കുന്ന അടുത്ത ട്രിപ്പ് എടുക്ക. വാ ജസീൽ, വാ ലൈവ് റിപ്പോർട്ടർ ഒപ്പണ്ടാ. വാ, ഒരു വീഡിയോയിലൊക്കെ വരുമ്പോ നമുക്കിനി മണ്ണെടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് കണ്ടിട്ട് വരാം. വാ. അപ്പൊ ഇതിൽ ഞാനും കമന്റ് ഒന്നും ഇടണ്ട, ഞാൻ പണിയെടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ അത് വീഡിയോ എടുക്കണ എല്ലാരും കൂടി പണിയെടുത്തത് ശരിയാവില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കാത്തത്. എടുക്കാൻ ആവശ്യത്തിന് ആൾക്കാരുടെ അവർക്ക് വയ്യാണ്ടാവുമ്പോ നമ്മൾ എടുക്കും. അതിൽ നമുക്കൊരു വയ്യാണ്ടായോ അപ്പൊ എന്ത് ചെയ്യാ, ഞാൻ പണിയെടുക്കണം. മൈക്കേറ്റി നമുക്ക് പണിയെടുക്കാം. നമുക്ക് അതിലൊരു മടിയില്ല. അതിന്റെ ലിഗമെന്റ് ചെറിയ പ്രശ്നമാണ്. ലിഗമെന്റിന് ചെറിയ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് പണിയെടുക്കാൻ പറ്റില്ല. ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ലിഗമെന്റ് പോയവർക്ക് അറിയുള്ളൂ അതിന്റെ അവസ്ഥ. ഹർബാനായിട്ട് കൊണ്ടുപോകും.
ഇത് ഞാൻ ഇവിടെ അത് സീനില്ല, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ വീഡിയോ കാണുന്നൊക്കെ തന്നെ അങ്ങനത്തെ. ഓക്കെ, അങ്ങ് ചോദിച്ചേന് താങ്ക്സ്. ഒരാള് നല്ലൊരു മനുഷ്യൻ, മറ്റേ ഇപ്പം പറയണ പോലെ നല്ലൊരു മനുഷ്യൻ. അയാളെത്ര തന്നല്ല, ആ കണ്ട വിഷയല് എനിക്ക് എന്താ പറയാ, എന്താ പറയാ അതിനൊക്കെ. ആളെന്തുണ്ടായെന്ന് വെച്ചാല് ആ ആള് വന്നിട്ട് നമുക്ക് കാറ് നിർത്തിയിട്ട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ നമ്മളിങ്ങനെ ശരിയാക്കാന്ന് പറഞ്ഞപ്പോ ആളൊരു എമൗണ്ട് ആളെ കയ്യിൽ നിന്ന് എടുത്തു വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വെള്ളം എന്തെങ്കിലും കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് അങ്ങനെ ചെയ്ത്. അത് നമുക്ക് ഭയങ്കര മോട്ടിവേഷനുമായി. പിന്നെ ഭയങ്കര സന്തോഷം. അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കണ്ടല്ലോ എന്ന്, ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അത് നമുക്ക് ഭയങ്കര എന്താ പറയാ, വല്ലാണ്ട് ഇങ്ങനെ ആൾക്കാർ നമ്മളോട് ചോദിക്കല്ലേ. നമ്മളിപ്പോ രാത്രി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. റോക്കി വൈന് ഉറുമ്പടിച്ച വേദന വന്നു. എടാ ഒരാളൊന്ന് വാടേണ്ടേ. എടാ സുഹേല്, റോക്കി ബൈ, നമ്മള് റോക്കി ബൈ ആരാ? മാറി കൊടുക്ക്. ഒന്നും പറ്റില്ല, വീണാലും മണ്ണിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. റോക്കി ബൈ ഫ്രം കണ്ടുബസാർ. റോക്കി ബൈ ഫ്രം കണ്ടുബസാർ. അവിടെ വീണ് ആ കഥ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇന്നൊരു കല്യാണം തന്നെ ഞങ്ങക്ക്. അപ്പൊ റോക്കി ബൈ ജോലിയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനാണ് വേണ്ടിട്ട് സുടുവാ പണിയില്ല. അപ്പൊ ഒരു പെണ്ണിനെ കണ്ടപ്പോ സ്റ്റൈ എന്ന് പറഞ്ഞിട്ട് റോക്കി ബൈ ഞാൻ അവളെ വീഴ്ത്തുന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ അവിടെ കാലിറ്റിട്ട് റോക്കി ബൈ വീണതാണ് കണ്ടത്. അതാണ് ഞങ്ങക്ക് ഇവിടെ കാണാൻ അതിനെന്താ പറയാ, ആ സാധനം കാണാൻ പറ്റിയത്. റോക്കി ബൈക്ക് എന്താണ് ഒരു ലോഡ് എടുക്കാൻ വന്ന റോക്കി ബൈ അടുത്ത ലോഡും എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് റോക്കി ബൈ. അപ്പോ അത് കാണിച്ചു കൊടുക്ക. ഒരു ഓട്ടോക്കാരാണ് കേട്ടോ, നമ്മളെ ഈ നാട്ടിലുള്ള തന്നെയാണ്. മൂപ്പര് ഇത് പോണ കണ്ടിട്ട് നമ്മൾ നേരത്തെ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ മൂപ്പര് ഇതേ കൂടെ പോയിരുന്നു. അപ്പൊ പോകുമ്പോ മൂപ്പര് ഇത് കണ്ടപ്പോ ആള് തിരിച്ചു വന്നിട്ട് ഇവിടെ നിർത്തി തന്ന. ആള് പറഞ്ഞാൽ ലേറ്റ് അടിച്ചു തരാം, നിങ്ങൾ പണിയെടുത്തോ എന്നുള്ളതിൽ ആ സ്കീമിൽ ആള് ഇതാക്കി തന്ന. അപ്പൊ നമുക്ക് കുറെ ആൾക്കാർ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു. എങ്ങനെയുണ്ട് പറയാന്, എല്ലാരും നമുക്ക് സപ്പോർട്ട്. കാരണം ഇത് കുറെ കാലമായിട്ട് ഇങ്ങനത്തെ വിഷയം നടന്നുകൊണ്ടിരിക്കണം ഇവിടെ. അപ്പോ നമ്മളെ എല്ലാ നാട്ടിലും ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉഷാറായിട്ട് പരിപാടി നടക്കും. കുറെ ആക്സിഡന്റ് ഒക്കെ നമുക്ക് കുറക്കാൻ പറ്റും. അപ്പൊ എല്ലാരും അതിനൊന്ന് മുന്നിട്ട് ഇറങ്ങുക. നമ്മളെ ഇറങ്ങുക മറ്റുള്ളവരെ നമുക്ക് പിന്നെ കുറ്റം പറയാം. നമ്മൾ ഇറങ്ങി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇറങ്ങും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനൊരു കാര്യം ചെയ്യാനും അതൊരു വീഡിയോ ആയിട്ട് ഇടാനും വേണ്ടിയിട്ട് നിന്നത്. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് വേറെ ഒന്നുമില്ല. ഇങ്ങനെ ചെയ്ത് വന്നപ്പോ ഇത് കണ്ടില്ലേ. പിന്നെ ഇതിന് മുന്നേ ആൾക്കാർ ഒരു നേരത്തെ വന്നിട്ട് ഒരു കാറുകാരൻ വന്നിട്ട് ചെയ്തല്ലേ. അപ്പോ അതുകൊണ്ട് എല്ലാം ഉണ്ട്. പിന്നെ ആൾ ഇതേ കൂടെ രണ്ടോട്ടം ആൾ പാസ് ചെയ്ത. അപ്പൊ ട്രിപ്പ് എന്തായിരുന്നു തോന്നുന്നു, ഫാമിലി ആയിട്ട് പോയതാണ്. ആളെ സ്ഥലം ഇവിടെ അല്ല കേട്ടാ, ആള് കുറച്ച് അപ്പുറത്തുള്ളതാണ്. ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 6 കിലോമീറ്ററോളം ഉണ്ട്. ആള് ഓട്ടം പോയത് എന്തോ ആണ്. അപ്പൊ പോകുമ്പോ കണ്ടിക്കണ്, എന്നിട്ട് തിരിച്ചു വന്നിട്ട് ആള് ഇങ്ങനെ ചെയ്തെന്നുള്ളതാണ്. അപ്പൊ എല്ലാം കൊണ്ട് നമുക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ട്. അതുപോലെ എല്ലാ നാട്ടിലും ഉള്ളവർ ഇറങ്ങുക. അത് കാണിച്ചു കൊടുക്കും. ഓട്ടോന്റെ ലേറ്റ് കാണിച്ചു കൊടുക്കും. ഇപ്പൊ എന്ത് വിളിച്ചു നോക്ക്. ഈ ഇടക്ക് ഷോർട്ട് എടുക്കാം. നമുക്ക് ആളേക്കൊന്ന് പോയിട്ട് സംസാരിച്ചു നോക്കാം. ആളെ പരിചയപ്പെടാൻ നമുക്കറിയില്ല. നിങ്ങളുടെ സ്ഥലം എവിടെയാന്ന് പറഞ്ഞേ? പാപ്പാളിയാ. നിങ്ങൾ ഇപ്പൊ കൂടെ പോയിരുന്നില്ലേ? ഇല്ല. ഇന്നിപ്പോ നേരത്തെ ഒരു വൈകിട്ടാവുമ്പളേ കറക്റ്റ് വീണ്, ഒരു 2 ആൾക്കാർ വീണ്. അത് ആകെ സീനായിട്ടുണ്ട്. ഷോൾഡർ പൊട്ടിയുണ്ട്, പിന്നെ മുട്ടിളകിയുണ്ട്. അങ്ങനെ ആയിട്ട് ഇതിന് മുന്നേ അങ്ങ് ഒരു വട്ടം ചെയ്ത് കാര്യമായിട്ട് ചെയ്തത്. പക്ഷെ അത് മഴയുടെ ടൈമായിരുന്നു. അപ്പൊ ചെയ്തപ്പോ ആകെ ചളിയായിട്ട് പിന്നെ ആകെ അലമ്പായി. അതന്നെ
ആ അതിനിപ്പോ ഒരു ഇതും കൂടി അവിടെ ഇടാൻ വേണ്ടിട്ട് നന്ദിട്ടാ എന്തെങ്ങനെ പറയേണ്ടത് അറിയില്ല. അപ്പോ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടോ ഈ പരിപാടി കഴിഞ്ഞ റോഡ് കാണിച്ചു കൊടുത്തറ ആദ്യം ഒന്ന് റോഡ് മൊത്തം കാണിച്ചു കൊടുക്കും. റോഡ് മൊത്തം സെറ്റ് ആയിട്ടുണ്ട് ഒരുവിധമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെക്കന്മാരെല്ലാരും കാണിച്ചു കൊടുത്ത എല്ലാരും ഇതില് ഉറക്കം വെച്ചിട്ട് ഇവിടെ വന്ന് നിക്കെങ്കിലും ചെയ്തില്ലേ. ദിവനാണ് ദിവൻ. അപ്പോൾ എല്ലാവരും മാക്സിമം പറ്റണ പോലെ ഇതിൽ കുറേ ആൾക്കാർക്ക് കുറേ പ്രശ്നമുണ്ട്. എനിക്ക് ലിഗമെന്റിന് ചെറിയ സീനുണ്ട്, ചെറുതല്ലേ നന്നായിട്ടുണ്ട്. പിന്നെ തണ്ടൽ സീനുള്ളവരുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കണായാലും അവനക്കും തണ്ടലിൻ്റെ നല്ല സീനുണ്ട്. അപ്പം അങ്ങനെ പറ്റണവർ എല്ലാം ഇത് ഇൻവോൾവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ രണ്ടാൾക്കാർ നന്നായിട്ട്, ഇവർ രണ്ടാൾക്കാരൊന്നുമല്ല, പാച്ചു അങ്ങനെ അൻഷു എല്ലാരും അങ്ങനെ ഓരോരുത്തർ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അപ്പൊ വീണിട്ടൊക്കെയാണ് ഇവിടെ ഓരോന്ന് ചെയ്തിരുന്നത്. എല്ലാവരും ഇതിൽ അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ട്. പറ്റണ പോലെ എല്ലാവരും മാക്സിമം ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് റോട്ടിൽ കൂടെ പോണ ആൾക്കാർ കുറേ ആൾക്കാർ ഇപ്പൊ വീഡിയോയിൽ ഉള്ളത് കൊണ്ട് ഇല്ലാത്തത് നമുക്ക് 2-3 കിട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ക്യാമറ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ട് കുറച്ച് സീനുണ്ട്, അത് കിട്ടിയില്ല. പിന്നെ ഒരു ഓട്ടോക്കാരെ ലേറ്റ് ഇട്ടുന്നതും പിന്നെ ഒരാൾ കുറച്ച് ഫണ്ട് എടുത്ത് തന്നതും ജ്യൂസ് വെള്ളത്തിലും കുടിച്ചു പറഞ്ഞിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ. നമ്മളിത് എല്ലാവർക്കും ഒരു പ്രചോദനമാവണ്ടേ, അനുകരിക്കുക ഇങ്ങനത്തെ ഇതൊരു പ്രചോദനം ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇത് സ്വന്തം നാട്ടിൽ ചെയ്ത കുറച്ചൊക്കെ ആക്സിഡന്റ് നമ്മളായിട്ട് കുറക്കാം. വെറുതെ ഇത് ഇന്നത്തെ കണ്ടുപിടുന്നത് സത്യം പറഞ്ഞ ഇന്നത്തെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് നല്ല ഇതായത്. ഞങ്ങൾ ഇപ്പൊ അന്ന് നാട്ടിൽ ഉണ്ടായിരുന്നോണ്ട് ചൂട് പോരെ നിർത്താം നമുക്ക്. എന്താ ആർക്കും ചീറിപ്പോ അനുഭവന്നാ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാരും റോട്ടിൽ കൂടെ പോണവരെല്ലാരും ശ്രദ്ധിക്കുക. നമ്മൾ ഈ സ്ഥലം മെയിനായിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് പറയണ്ട. നമ്മളെ നാട് എത്ര പറഞ്ഞാൽ വെറുതെ നമ്മളൊരു സ്ഥലം ഇങ്ങനെ പറയണില്ല. ഇതെന്താ ഉപദേശിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഉപദേശിക്കുന്ന ഇത്ര രസമുള്ള പരിപാടി. അങ്ങനെ അപ്പൊ എന്തായാലും നമ്മള് നിർത്തല്ലേ. അതൊന്നും വേണ്ട, അതൊക്കെ എന്തേലും കാട്ടെ. ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മള് ചെയ്യാം, അത്രേ ഉള്ളു. ആ ഒരു ഉദ്ദേശത്തോട് മാത്രമാണ് നമ്മളിത് ചെയ്യണത്. വണ്ടികളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. അപ്പൊ ഇനി എന്തായാലും സുഹേലെ പറഞ്ഞോ, നമ്മൾ നിർത്താൻ പോവാണ്. എന്താ പറഞ്ഞോ, എന്താ വെച്ചാ പറഞ്ഞോ. ഇല്ല എന്താ വെച്ചാ പറഞ്ഞോ. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്, വണ്ടികളൊക്കെ ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. നാളെ ഒന്നുകൂടി സെറ്റ് ആവും വണ്ടികളൊക്കെ വരാം. അപ്പൊ ഇനി എല്ലാരും നോക്കി പോവാ. അപ്പൊ എല്ലാവരും നമ്മള് വീഡിയോ നിർത്തുകയാണ്. അപ്പൊ ഓക്കെ എല്ലാരും ടാറ്റ പറഞ്ഞാടാ, കാണിച്ചാ അവരെ കാണിച്ചാ. അപ്പൊ ഓക്കെ അപ്പൊ ഓക്കേട്ടാ, ശരി.